അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനന സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു ലിയുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ശീലിക്കേണ്ടുന്ന വിധിവിലക്കുകളാണ്. അങ്ങനെ ഓരോ മതവും ഈ വിധിവിലക്കുകളിൽ വ്യത്യസ്തതകൾ വച്ചു പുലർത്തി വരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇസ്ലാമികമായി ഈ വിധിവിലക്കുകളെ ഹുദൂദ് എന്ന സാങ്കേതിക സംജ്ഞയിലാണ് ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്. അതിർവരമ്പുകൾ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സുരക്ഷിതവും സ്ഥിരതയും ഭദ്രതയുമുള്ള ജീവിതമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ ലക്ഷ്യമായി നമുക്ക് ബോധ്യമാകുന്നത്. ഇസ്ലാമിലെ ആരാധനകൾ ഒരു മനുഷ്യൻ കണിശമായും പാലിക്കേണ്ടുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അത് ഈ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കാനുള്ള ഓരോ ദാസനെയും തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണത്. മതം ഓരോരുത്തരുടെയും ജീവനും ധനത്തിനും അഭിമാനത്തിനും അതേപോലെ തന്നെ അവൻ്റെ ബുദ്ധിക്കുമൊക്കെ സംരക്ഷണം നൽകുന്നതായി പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്. ഓരോ ഉദ്ബോധനങ്ങളിലും നമ്മൾ കേൾക്കുന്നത് നമ്മൾ തഖ്വയുള്ളവരായിരിക്കണമെന്നതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ലളിതമായി മനസ്സിലാക്കിയാൽ നിയമങ്ങൾ പാലിക്കുക എന്നതാണ്. പള്ളിയിൽ വരുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകളും ആ നിയമങ്ങളും പാലിക്കാൻ നമ്മളൊക്കെയും വളരെ താല്പര്യമുള്ളവരും ഉത്സുകരുമായിരിക്കും. എന്നാൽ പള്ളിയുടെ പുറത്തേക്ക് ചെല്ലുമ്പോൾ വിശാലമായ ആ ലോകത്ത് ഇതിനേക്കാൾ ഏറെ നിയമങ്ങൾ അവിടെയാണ്. അവിടെ നമ്മൾ ഇത്രയും സൂക്ഷ്മത ജീവിതത്തിൽ വച്ചു പുലർത്തുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അതിർവരമ്പുകൾ കൂടുതലായി സൂക്ഷിക്കേണ്ടത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലാണ്. ഇസ്ലാമിക ശിക്ഷകളും പ്രതിക്രിയകളും വിവേചനാധികാരപരമായിട്ടുള്ള ശിക്ഷകളും എല്ലാം മനുഷ്യരാശിയുടെ നന്മയ്ക്കും മനുഷ്യരാശിയോടുള്ള കാരുണ്യത്തിൻ്റെയും ഭാഗമായി സംവിധാനിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എക്കാലത്തും മനുഷ്യർ അതിർവരമ്പുകളെ കവച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിയമം പറഞ്ഞാൽ ആ നിയമം കേൾക്കുന്നതിന് പകരം നിയമത്തെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ എന്തൊക്കെയാണ് എന്ന് സമർത്ഥമായി മനസ്സിലാക്കി അതിലൂടെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നിടത്താണ് എല്ലാ മനുഷ്യരും ഏറെക്കുറെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്.
എന്നാൽ അത്തരം രക്ഷപ്പെടലുകൾ മതപരമായ നിയമങ്ങളിൽ നമ്മൾ നടത്തുന്നുണ്ട് എങ്കിൽ ആത്യന്തികമായി അത് നമ്മുടെ തന്നെ ഈ നാശത്തിന് വഴിവെക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 14-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ആരാണോ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ധിക്കാരം കാണിക്കുന്നത്, അനുസരണക്കേട് കാണിക്കുന്നത്, അവൻ്റെ പരിധി നിയമങ്ങളെ ലംഘിക്കുകയും ചെയ്യുന്നവൻ ആരാണോ, യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹ, തീർച്ചയായും അവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും, അവൻ അതിൽ ശാശ്വതനായിരിക്കുകയും ചെയ്യും. വലഹും അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയായിരിക്കും അവന് പിന്നീട് ഉണ്ടാവുക. ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്തവണ്ണം അള്ളാഹു തന്നെയും ആ വചനങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയോടും അനുസരണക്കേട് കാണിക്കുക, അള്ളാഹുവിൻ്റെ നിയമം ഇന്നതാണ് എന്ന് മനസ്സിലായിട്ട് ആ നിയമങ്ങളെ, ആ ഹുദൂദുകളെ നമ്മൾ ലംഘിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കും. മാത്രമല്ല നിങ്ങളതിൽ ശാശ്വതരായിരിക്കും. പിന്നീട് നിങ്ങൾക്കങ്ങോട്ട് അപമാനകരമായ ശിക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് പറഞ്ഞു വച്ചത്. വിശ്വാസികളുടെ സ്വഭാവങ്ങൾ വിവരിക്കുന്നിടത്ത് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബക്കറയിലെ 112-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂൻ അറാക്കിഊൻ. വിശ്വാസികൾ എന്ന് പറയുന്നവർ പശ്ചാത്തപിച്ചു മടങ്ങിയവരും ആരാധനാ നിമഗ്നരും അതേപോലെ തന്നെ അള്ളാഹുവിനെ വാഴ്ത്തുന്നവരും നോമ്പെടുക്കുന്നവരും സാഷ്ടാംഗം ചെയ്യുന്നവരും റുക്കൂ ചെയ്യുന്നവരുമാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, കൂടെ അള്ളാഹു പറയാണ് അവർ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണവർ. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ആരാധനകളുടെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. അതിൽ അള്ളാഹുവിനോടുള്ള ഹംദുണ്ട്, അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ റുക്കൂഉം സുജൂദും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, നോമ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒക്കെ പറഞ്ഞിരിക്കുന്നു. കൂടെ കൃത്യമായിട്ട് പറഞ്ഞത് അവർ നിയമങ്ങൾ പാലിക്കുമെന്നാണ്. അപ്പോൾ നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല, നിയമങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന രക്ഷിതാവ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള നിയമങ്ങൾ ആത്യന്തികമായി നമ്മുടെ നന്മയാണ്. അവിടെ നമുക്ക് തോന്നുകയാണ് ഈ നിയമത്തെ നമ്മളൊന്ന് മറികടന്നാൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ നമുക്കിങ്ങനെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ആത്യന്തികമായത് നഷ്ടമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകമായി അദ്കാറുകളെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്മരണ ഉണർത്തുന്ന അവൻ്റെ പ്രത്യേകമായ നാമങ്ങളോ വചനങ്ങളോ ഉരുവിടലാണ് യഥാർത്ഥത്തിൽ ദിക്ർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ സ്മരണ ജീവിതത്തിൽ വിധിവിലക്കുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് വിശാലമായ അർത്ഥത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു തഖ്വ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യൻ മുള്ളും കല്ലുമെല്ലാം ഉള്ള ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എത്രമേൽ സൂക്ഷിച്ചിട്ടാണോ അവൻ അവൻ്റെ ഓരോ കാൽപാദങ്ങളും വച്ച് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ജീവിതത്തിൽ വരുന്ന എല്ലാ നിയമങ്ങളെയും തനിക്ക് അനുകൂലമായതും അനുവദിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ ഭക്തി എന്ന് പറയുന്നത് എന്തിലാണ്? പലപ്പോഴും നമ്മളത് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. വേഷവിധാനങ്ങളിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ എല്ലാ ഭക്തിയും ഈ വേഷത്തിലും വേഷവിധാനങ്ങളിലുമാണെന്ന് വിചാരിക്കുകയാണ്. ആരാധനയിൽ വല്ലാതെ താല്പര്യമുള്ള ആളുകൾ ആ ആരാധനയുടെ കാര്യത്തിൽ
ഏറെ കണിശത പാലിക്കും, തങ്ങൾ തഖ്വയുള്ളവരാണ് എന്നവർ വിചാരിക്കുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്, ഇതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷെ തഖ്വ എവിടെയാണ്? സൂക്ഷ്മത എവിടെയാണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇത്തഖിൽ മഹാരിം, വിരോധങ്ങളെ നിങ്ങൾ ആര് സൂക്ഷിക്കുന്നുവോ, വിലക്കുകളെ നിങ്ങൾ ആര് സൂക്ഷിക്കുന്നുവോ, തക്കുൻ അഅ്ബദന്നാസ്, അവനായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഭക്തനായ മനുഷ്യൻ. നല്ലപോലെ പഠിക്കേണ്ട പാഠമാണത്. നമ്മൾ മനസ്സിലാക്കിയ അളവുകോലല്ല അല്ല പറഞ്ഞത്. വിരോധങ്ങളോടുള്ള കൃത്യമായ കണിശത. അള്ളാഹു വിരോധിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു കാര്യത്തോടും, ഏത് കാര്യമാണെങ്കിലും എത്ര പ്രിയങ്കരമാണ് എങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഭക്തിയുടെ അളവുകോലായിട്ട് പറയാണ്. അതല്ലാതെ മറ്റുള്ളതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടുത്തണിയാം. ഒരാൾക്കൊരു വസ്ത്രം അണിയുക എന്നുള്ളത് ഭാരിച്ചൊരു കാര്യമൊന്നുമല്ല. ആരാധനയിലേക്ക് അയാൾക്ക് വളരെ താല്പര്യപൂർവ്വം വരലും ചെയ്യലുമൊക്കെ ജീവിതത്തിൽ അത്രമേൽ ഭാരമുള്ള കാര്യമല്ല. ഒരു ശീലമായാൽ അതൊക്കെ നടന്നു പോകും. എന്നാൽ വിധിവിലക്കുകളുടെ കാര്യം അങ്ങനെയല്ല. ജീവിതത്തിൽ അവൻ ഇടപെടുന്ന പല മേഖലകളിലും അവന് ലഭിക്കുന്ന പലതും ത്യജിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ അവൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചായി പോയോ എന്ന് അവന് സ്വയം തന്നെയും തോന്നുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ നാവ് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നാവ് രുചിക്കുന്നതൊക്കെ, നാവിന് രുചിയുള്ളതൊക്കെ തിന്നാനും പറ്റില്ല. കാതിന് ഇമ്പമുള്ളതൊക്കെ കേൾക്കാനും പറ്റില്ല. കണ്ണിന് ഇഷ്ടപ്പെടുന്നതെല്ലാം കാണാനും പറ്റില്ല. ഇതാണ് ഈ വിരോധങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരാൾ ഭക്തിയെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഭക്തി അതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭക്തൻ അതാണ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് മറ്റുള്ളതൊക്കെയും ആവശ്യമില്ല എന്നല്ല പറഞ്ഞു വന്നത്, അതൊക്കെയും ആവശ്യമുള്ളത് തന്നെ. അതിനേക്കാൾ പ്രാധാന്യം മതത്തിൽ ഇതിനുണ്ട് എന്നാണ് പറഞ്ഞത്. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന് കാരണവന്മാരൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. നിയമങ്ങൾക്ക് ഒപ്പം ജീവിക്കുന്നതിന് പകരം നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ച് നിയമങ്ങളെങ്ങനെ വലിച്ചു നീട്ടുക, എലാസ്റ്റിക് പോലെ. അത്തരം സമീപനം പാടില്ല എന്ന് കാർക്കശ്യമായി പറയുകയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അഖീമു ഹുദൂദല്ലാഹി ഫിൽ ഖരീബി വൽ ബഈദ്, അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ, അവൻ്റെ അതിരുകൾ നീ നടപ്പിലാക്കുക. അത് നിനക്ക് പ്രിയപ്പെട്ടവൻ്റെ കാര്യത്തിലും നിന്നിൽ നിന്ന് വിദൂരമായവൻ്റെ കാര്യത്തിലും. നിനക്ക് ഇഷ്ടമുള്ളവൻ്റെയും ഇഷ്ടക്കേടുള്ളവൻ്റെയും കാര്യത്തിൽ പടച്ചവൻ്റെ ഹുദൂദിനെ നീ പാലിക്കണം. വലാ തഅഖുദുക്കും ഫില്ലാഹി ലൗമത്തു ലാഹിമിൻ, അതിലൊരു ആക്ഷേപകന്റെയും ആക്ഷേപം നിന്നെ പിടികൂടാൻ പാടില്ല. അവിടെ പടച്ചവനോടുള്ള പ്രതിബദ്ധത, അള്ളാഹുവിനോടാണ് എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതെന്നുള്ള വിചാരത്തോടു കൂടി അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കാൻ വളരെ കൃത്യമായി പറയാം. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് സ്വയം അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയാണ്. ആഘോഷങ്ങൾ എങ്ങനെയാകണമെന്ന് ഇസ്ലാമിനൊരു കൃത്യമായ രീതിയുണ്ട്. ആ രീതി നമ്മൾ മാറ്റിവെച്ചു മുസ്ലിങ്ങൾ. എന്നിട്ട് നമ്മുടേതായ ചില രീതികൾ നമ്മൾ എടുത്തു വരികയാണ്. എന്നിട്ട് അതിങ്ങനെ സാർവത്രികമായി കഴിയുമ്പോൾ നമ്മൾ അല്പമെങ്കിലും ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർ ചിന്തിക്കുക, എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുകയാണല്ലോ, പിന്നെ നമ്മളായിട്ട് ഇനി മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മാറിയതുകൊണ്ടൊന്നും മാറാനും പോകുന്നില്ല എന്ന രീതിയിൽ നമ്മൾ കൂടി ആ തിന്മകളുടെ കൂടെ കൂടുന്നു. അതേപോലെ വേഷവിധാനങ്ങൾ, ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ഒരു വേഷവിധാനമുണ്ട്. ഒരു ഡ്രസ് കോഡ് ഇല്ലാന്നേ ഉള്ളൂ. മറക്കാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മറക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു കൃത്യമായ ഡ്രസ് കോഡ് ഇസ്ലാമിനില്ല. പക്ഷെ മറക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ സംഗതികൾ പോലും കൃത്യമായി പാലിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നു. ബന്ധങ്ങളുടെ പവിത്രത ഇസ്ലാം വളരെ ആഴത്തിൽ പറയാൻ, ബന്ധങ്ങളുടെ കാര്യങ്ങൾ. ഇത്തക്കില്ല വത്തക്കൽ അർഹാം, അള്ളാനെ സൂക്ഷിക്കണം, അതേപോലെ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാൻ ബന്ധങ്ങളുടെ കാര്യം. ആ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ബന്ധവിച്ഛേദനം നടത്തിയവൻ നരകത്തിലാണ് എന്നും പറയുന്നു. വളരെ ഗൗരവമാണ് ആ വിഷയം. പക്ഷേ
നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ബന്ധം ചേർക്കും. നമ്മൾക്ക് ഒത്താശ പാടാത്ത അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മളുടെ എല്ലാ ചെയ്തികളെയും ഏസ് മൂളാത്ത ആളുകളൊക്കെ നമ്മുടെ ശത്രുപക്ഷത്തായി നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. അവിടെ ആ ബന്ധം വിച്ഛേദിച്ചു പോകുന്നതിന് നമുക്ക് യാതൊരു അങ്കലാപ്പുമില്ല. എത്ര ക്രൂരമാണ് അതിർവരമ്പുകളോട് നമ്മൾ കാണിക്കുന്ന സമീപനം എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ള പോലെയൊക്കെ നമ്മളത് കൊണ്ടുപോകണം. സാമ്പത്തിക രംഗവും അങ്ങനെ തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ മദീനയിലെ കച്ചവട വിപണികളിൽ പ്രവാചകൻ ഇടപെടുകയാണ്. ഇതൊരു ഇസ്ലാമികമായ സമൂഹം വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ കൃത്യമായി ഈ അതിർവരമ്പുകൾ പാലിക്കണമെന്നത് പ്രവാചകൻ വളരെ കർക്കശമായി അവരോട് നിഷ്കർഷിക്കുകയുണ്ടായി. പ്രവാചകന്റെ ഈ ഉദ്ബോധനങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ, ആദ്യകാല സമൂഹങ്ങൾ നേർക്കുനേരെ ഹറാമല്ലെങ്കിലും ഹറാമിലേക്ക് വരുമെന്ന് കണ്ടിട്ടുള്ള പല സംഗതികളും അവർ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിയമങ്ങളോടുള്ള അതിർവരമ്പുകളോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് പറയുന്നത്. അതേപോലെ ക്രയവിക്രയങ്ങൾ, കൊടുക്കലും വാങ്ങലും, ആ സംഗതികളൊക്കെ തന്നെയും കൃത്യമായ നിലപാടുള്ളവരായി, നിയമങ്ങൾ പാലിക്കുന്നവരായി വിശ്വാസികൾ മാറി. അങ്ങനെ മാറണമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമായാലും കൊള്ളാം, ഇഷ്ടമായില്ലെങ്കിലും കൊള്ളാം. നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് കോപമുള്ളതായാലും കൊള്ളാം, അവർക്ക് പ്രിയങ്കരമായാലും കൊള്ളാം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അള്ളാഹു പറഞ്ഞത് കൃത്യമായി പാലിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇസ്ലാം ഏറെ ആക്ഷേപിക്കപ്പെടുന്നൊരു മേഖല പ്രതിക്രിയയാണ്. ഇസ്ലാമിൻ്റെ അതിർവരമ്പുകളിൽ ഒരു കൊല നടത്തിയ ആളെ കൊന്നുകളയുക എന്നതാണ് ഇസ്ലാമിൻ്റെ നേർക്കുനേരെയുള്ള ഖിസാസ് അല്ലെങ്കിൽ പ്രതിക്രിയ എന്ന് പറയുന്നത്. എന്നാൽ ഈ ശിക്ഷാ സമ്പ്രദായം ഏറെ പ്രാകൃതമാണ് എന്നും ഒരു തിന്മയ്ക്ക് പകരം മറ്റൊരു തിന്മയെ സ്റ്റേറ്റ് ചെയ്യുകയാണ് എന്നുമൊക്കെയാണ് ഇതിൻ്റെ വിമർശകരായ ആളുകൾ പറയുന്നത്. എന്നാൽ ഇസ്ലാം ആ നിയമം നടപ്പിലാക്കുന്നത് ഏതെങ്കിലും സംശയത്തിൻ്റെ സാഹചര്യത്തിലല്ല ആ ശിക്ഷ നടപ്പിലാക്കുന്നത്. കൃത്യമായ അന്വേഷണം നടത്തുന്നു. അതേപോലെ തന്നെ കൃത്യമായ ആർഗ്യുമെന്റുകൾ, വിചാരണകൾ നടക്കുന്നു. ഒടുവിൽ മരിച്ചയാളുടെ ഉറ്റ ബന്ധുക്കൾ അടക്കമുള്ളവർ ശിക്ഷയിൽ യാതൊരു ഇളവും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ നൽകുന്നില്ല എന്നവർ അവരുടെ കൂടി കൺസേൺ ലഭിച്ചു കഴിഞ്ഞാൽ അത്തരം ഒരു ഘട്ടത്തിലാണ് ഘാതകനെ വധിക്കാൻ ഇസ്ലാമിക കോടതി തയ്യാറാവുക. എന്നിട്ട് ആ നിയമം പറയുന്നിടത്ത് വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരായ ആളുകളെ, ഈ പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവന്റെ നിലനിൽപ്പുണ്ട്. ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രതിക്രിയയിലാണ് എന്ന് പറയാം. അങ്ങനെ ചെയ്താലേ ഒരു സമൂഹത്തിന് സ്വസ്ഥമായി നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അക്രമികൾ സ്വൈരവിവാഹാരം നടത്തുന്ന ഒരു സമൂഹത്തിന്റെ സ്വാസ്ഥ്യം തന്നെ കെട്ടുപോകുമെന്നുള്ളതാണ്. സമൂഹത്തിന് പാഠമാകുന്ന വിധത്തിൽ നടത്തപ്പെടുന്ന പ്രതിക്രിയ എന്ന് പറയുന്നത് മൊത്തം സമൂഹത്തിന്റെ സ്വത്തുവകകളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമികമായ പ്രതിബദ്ധതയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ വരാണ്, മൻ ഉഖിബ ഫിദ്ദുനിയ, ദുനിയാവിൽ ആ ശിക്ഷ കൃത്യമായി നടപ്പിലാക്കിയാൽ ഫഹുവ കഫാറത്തുൻ ലഹു ഫിൽ ആഖിറ, പരലോകത്തത് പ്രായശ്ചിത്തമായി അയാളിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതിന്റെ പേരിൽ പിന്നെ പരലോകത്ത് ശിക്ഷയുണ്ടാവുകയില്ല. അപ്പൊ ശിക്ഷയോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളോട് കാത്തു സൂക്ഷിക്കേണ്ട കാരുണ്യം കൂടി മതം കൃത്യമായി ഉൾക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ലാതെ ബാഹ്യമായി അതിൻ്റെ രീതിശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പ്രാകൃതമാണ് എന്ന് പറഞ്ഞ് അപലപിക്കുകയല്ല വേണ്ടത്. അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ കൃത്യമായ ജാഗ്രതയുള്ളവരായി വിശ്വാസികൾ മാറണം. അതേപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തികമായ രംഗമാണ്. വളരെ കൃത്യമായി ഇസ്ലാമികമായ നിയമശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും കാര്യങ്ങളെ അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും അതേപോലെ തന്നെ അനുഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, മാറ്റിവെക്കാവുന്നതും ഉപേക്ഷിക്കാവുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കാര്യങ്ങളെ 2-3 ഇനങ്ങളായി തിരിക്കുകയാണ് സാമ്പത്തികമായ സംഗതികൾ. ധനം സമ്പാദിക്കാനും വികസിപ്പിക്കാനുമുള്ള അവകാശം
ഓരോ വിശ്വാസിക്കും ഇസ്ലാം നൽകുന്നു. എന്നാൽ ഒരു മാനദണ്ഡം, നിഷിദ്ധമായ ഒരു മാർഗവും ആ മാർഗത്തിലൂടെ ഒന്നിലൂടെയും പണം സമ്പാദിക്കാൻ പാടില്ല. അതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. എന്തൊക്കെയാണത്? മോഷണത്തിലൂടെ നിങ്ങൾ കരസ്ഥമാക്കാൻ പാടില്ല ഒരാളുടെ ധനം. വഞ്ചനയിലൂടെ കരസ്ഥമാക്കാൻ പാടില്ല. അതേപോലെ തന്നെ കൈക്കൂലി വാങ്ങാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, എളുപ്പത്തിൽ പണം ലഭിക്കുന്ന രീതിയിലുള്ള ചൂതാട്ടങ്ങൾ, പെട്ടെന്ന് പണം ലഭിക്കാനുള്ള അത്തരം മാർഗങ്ങൾ പാടില്ല. വളരെ കൃത്യമായി വിരോധത്തിൻ്റെ എന്തൊക്കെയാണ് വിരോധിക്കുക എന്നതിൻ്റെ മൗലികമായ ആശയങ്ങൾ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഇനി കാലം എത്ര പുരോഗമിച്ചു പോയാലും ഈ അടിസ്ഥാന തത്വങ്ങൾ ഏതൊരു ഇടപാടിലും ബാധകമാണ്. അത് സ്ഥലക്കച്ചവടമായാലും ബാധകമാണ്, സ്വർണ്ണക്കച്ചവടമായാലും ബാധകമാണ്, കാലിക്കച്ചവടമായാലും ബാധകമാണ്, എന്ത് കച്ചവടമായാലും ബാധകമാണ്. അവിടെ ഒന്നും വഞ്ചന വരാൻ പാടില്ല. അതല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവരെ ഏതെങ്കിലും നിലയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ പാടില്ല എന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തി, മൻ വശന ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, വഞ്ചന നടത്തുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. പരലോകത്ത് നിങ്ങളുടെ കാലുകൾ ഒരടി അനങ്ങാൻ സമ്മതിക്കുകയില്ല 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എന്ന് പറയുന്ന തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹീഹായ വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അൻ മാലിഹി, ധനത്തെ പറ്റിയാണ്. 4 ചോദ്യത്തിൽ ഒരു ചോദ്യം ധനത്തെ പറ്റിയാണ്. ധനം എവിടെ നിന്നാണ് കിട്ടിയത്, എവിടെയാണത് ചെലവഴിച്ചത്, എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. കൃത്യമായ ഈ ഒരു വരവും ചെലവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരലോക വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മൾ എത്ര പേര് ആ നിയമം പാലിക്കാറുണ്ട്? കച്ചവടമല്ലേ, ഇപ്പം അതൊക്കെ ഇല്ലാത്തപ്പോൾ ആരാ ഉള്ളത്? അങ്ങനെയാണ് നമ്മുടെ ചോദ്യം തന്നെ. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേന്ന് ചോദിക്കുന്നത്. ചേരയെ തിന്നണം, നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടക്കണ്ടം തന്നെ തിന്നണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചു വച്ചത്. എന്നാൽ ഇസ്ലാമിക നിയമങ്ങളിൽ ഇതൊന്നും സ്വീകാര്യമല്ല. അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധത, പടച്ചവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്വകാര്യമായി നിങ്ങൾ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ഏതിൻ്റെയെങ്കിലും നിയമത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എങ്കിൽ ആത്യന്തികമായി അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുമെന്നുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ സർക്കാർ തലങ്ങളിലൊക്കെ നിശ്ചയിച്ച ശമ്പളം കൊടുത്താൽ പോരാ, വേറെയും ചിലത് പാരിതോഷികമായി, സ്വത്തായി, മറ്റു വകകളായി, പണമായിട്ടൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. അത്തരം ചില ആളുകളുടെ ഫോട്ടോകൾ നമ്മൾ കാണാറുണ്ട്. കയ്യിലെ കർച്ചീഫ് കൊണ്ടുപോലും മുഖം മറക്കാൻ പറ്റാതെ ടാർപ്പായി വല്ലതും കിട്ടുന്ന അവസ്ഥയിലേക്ക് അത്തരം ഫോട്ടോകൾ നമ്മൾ കാണാം. എത്രമാത്രം ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു വന്ന വചനത്തിൽ അള്ളാഹുവിന്റെ ഹുദൂദുകളെ ലംഘിക്കുന്നവരെ അള്ളാഹു അപമാനിക്കുമെന്ന് പറയുന്നുണ്ട്. അത്തരം ഒരു അപമാനം ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവന്റെ നിയമം നിങ്ങൾ ലംഘിച്ചു കളഞ്ഞാൽ, ഈ ആയത്തിന്റെ തന്നെയും അവസാനം പറഞ്ഞത് അങ്ങനെയാണ്, അദാബും മുഹീൻ എന്നാണ്. അപമാനകരമായ ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറയല്ല, കൈക്കൂലി വാങ്ങുന്നവനെയും അത് കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം കാണാൻ വേണ്ടി അത്തരത്തിലുള്ള ആ ഒരു നീക്കുപോക്കുകളെ മതം അംഗീകരിക്കുന്നില്ല. ധനത്തെ പറ്റിയുള്ള എത്ര സൂക്ഷ്മമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം വച്ചു പുലർത്തുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 5-ാമത്തെ വചനം, വലാ തുഉത്തു സുഫഹാഉ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. എന്താണ് പറഞ്ഞത്? അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിനായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ വിവേകമില്ലാത്തവർക്ക് നിങ്ങൾ കൈവിട്ടു കൊടുക്കരുത്. ഈ സ്വത്ത് പടച്ചോൻ തന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ആ ഗൗരവമില്ലാത്ത കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരുവന്റെ കയ്യിലേക്ക് നിങ്ങൾ ആ ധനത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. മക്കളായാലും വേണ്ടപ്പെട്ടവനായിരുന്നാലും ആരായിരുന്നാലും.
ധനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധമുണ്ടാകണം, വിവേകമുണ്ടാകണം. അതാണ് അള്ളാഹു അവിടെ പറഞ്ഞത്. വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധൂർത്ത് നടിക്കാൻ പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല ധനം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ധൂർത്ത് നടത്തുന്നവർ, ദുർവ്യയം ചെയ്യുന്നവർ, ധനം ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാചാകട്ടെ അള്ളാഹുവിനോട് നന്ദി കെട്ടവനുമാണ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ ഗൗരവമാണ് പറഞ്ഞത്. ദൈവിക കാരുണ്യം ലഭിക്കേണ്ടുന്ന, അനുഗ്രഹം ലഭിക്കേണ്ടുന്ന എത്രയെത്ര വേദികളാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ധൂർത്തും പൊങ്ങച്ചവും ഗർവും കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകാവുന്ന വിധം പരിവർത്തിപ്പിക്കുന്നത്. ഒരു മകളുടെ കല്യാണമാണ്. ആ കല്യാണം ഏറ്റവും ഭംഗിയായി അള്ളാഹുവിന് ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമ ഫീ ഖൈർ എന്നാണല്ലോ നമ്മൾ ആശംസ പറയണതൊക്കെ ബർക്കത്ത് വേണം, ബർക്കത്ത് തായോ എന്നാ പറയുന്നത്. ബർക്കത്ത് ചോദിച്ചുകൊണ്ട് ബർക്കത്തെ നിരാകരിക്കുന്ന പരിപാടികൾ നമ്മുടെ പണക്കൊഴുപ്പിന്റെ മേലിൽ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ശവപ്പെട്ടിയിലാണ് അടുത്ത കാലത്തൊരു വരനെ കൊണ്ടുവന്നത്. അതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾ എന്താണെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്നിട്ട് അവിടെ പപ്പട വട്ടത്തിൽ നിസ്കാരത്തഴമ്പുമായിട്ട് കുറെ കാരണവന്മാർ എൻ്റെ കൂടെ എങ്ങനെ നിൽക്കുക. ആ കാഴ്ചയ്ക്ക് വെറുതെ മൂകസാക്ഷികളായി മാറിപ്പോകുന്ന ദുരവസ്ഥകൾ, അതൊക്കെയും ഈ പണത്തെ നമ്മൾ വേണ്ടാത്ത വിധത്തിൽ അള്ളാഹു വിരോധിച്ച രീതിയിൽ നമ്മൾ ചെലവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ്. എന്നാൽ നിങ്ങൾ അധ്വാനത്തെ ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മാ അക്കല അഹദുൻ തുആമൻ ഖത്തുൻ, ഒരാളും ഏറ്റവും വിശിഷ്ടമായ ഖൈറായിട്ടുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. മിൻ അൻ യഅകുല മിൻ അമലി യദൈ, അവനവന്റെ കൈകൊണ്ട് അധ്വാനിച്ചതിനേക്കാൾ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഈ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കണം. ധനം വിവേകപൂർണമാണ് ചെലവഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ധനം കൈകാര്യം ചെയ്യുന്ന ആളുകളെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഓരോ പണത്തിനും നാളെ കണക്ക് പറയേണ്ടവനാണ് എന്നുള്ള ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം. വളരെ ഗൗരവമാണ് കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, 67-ാമത്തെ അധ്യായം സൂറ മുൽക്കിലെ 15-ാമത്തെ വചനം അള്ളാഹു പറയാം, വഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ, പടച്ചവനാണ് നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. ഫംശു ഫീ മനാകിബിഹ, അതിന്റെ ചുമലിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിൻ റിസ്ഖിഹി, നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ റിസ്കിനെ, ഉപജീവനത്തെ നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്തു കൊള്ളുക, അതിൽ നിങ്ങൾ ഭക്ഷിക്കുക. വ ഇലൈഹി നുശൂർ, അവനിലേക്കാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നിങ്ങളുടെ ഈ ക്രയവിക്രയങ്ങൾ നിങ്ങൾ നേടുന്നത്, ഈ കണക്കൊക്കെയും കൃത്യമായിട്ട് പടച്ചവന്റെ അടുക്കലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എന്ന സൂചന. ഖുർആനിലെ 62-ാമത്തെ അധ്യായം സൂറ ജുമഅയിലെ 10-ാമത്തെ വചനം, ഫഇദാ ഖുലിയത്തിസ് സ്വലാ, നമസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഫൻതശിറൂ ഫിൽ അർള്, ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപരിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ല, പടച്ചവന്റെ ഔദാര്യം അവൻ നിങ്ങൾക്ക് കണക്കാക്കിയത് എവിടെയെന്ന് നിങ്ങൾ കണ്ടെത്തി സ്വീകരിച്ചു കൊള്ളുക. വദ്കുറുല്ലാഹ്, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക. കസീറൻ, ധാരാളമായി. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും. ആലോചിച്ച് നോക്കൂ, പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടുതലായി ഓർക്കാൻ പറഞ്ഞത്. പള്ളിയിലിരുന്ന് 500 തവണ ഓതാനും അതേപോലെ തന്നെ 100 കണക്കിന് ദിക്റെല്ലാം നമുക്ക് ആരുടെയും ശുപാർശയോ പ്രത്യേക സാഹസമൊന്നും വേണ്ട. അതൊക്കെ എളുപ്പം കഴിയുന്ന പണിയാണ്, സമയമുണ്ടായാൽ മാത്രം മതി. പക്ഷെ പള്ളിയുടെ പുറത്തു പോയിട്ട് നിങ്ങളിങ്ങനെ കൂടുതലായി അള്ളാഹനെ ഓർക്കണമെങ്കിൽ അത് ഈ നാവ് കൊണ്ടുള്ള ദിക്റല്ലല്ലോ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാണ്, നിയമങ്ങളാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കേട്ടുകൊള്ളൂ നിങ്ങൾ. ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, വലാ തശ്അലുകുമുദ് ദുനിയ അനില്ലദീ യൻഫഉകും ഫിദ്ദാരിൽ ആഖിറ, വലാ തശ്അലുക്കും, നിങ്ങളെ അശ്രദ്ധമാക്കി കളയരുത്. അദ്ദുനിയ, ഈ ദുനിയാവ് എല്ലാ മനുഷ്യരെയും എപ്പോഴും ഇങ്ങനെ വല്ലാതെ ഉന്മാദം കൊള്ളിക്കുന്ന വസ്തുവാണ്. അത് നിങ്ങളെ അശ്രദ്ധമാക്കരുത്. യൻഫഉകും ഫിദ്ദാരിൽ ആഖിറ,
പരലോകത്ത് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യത്തെ തൊട്ട് അത് നിങ്ങൾ അശ്രദ്ധമാക്കി കളയരുത്. അതാണ് അവിടെ കൂടുതലായി അള്ളാഹനെ ഓർക്കണമെന്ന് പറയാനുണ്ടായ കാരണം. കച്ചവടമാണ് ഒരാളുടെ അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇസ്ലാം എത്ര കണിശമായിട്ടാണ് അതിൻ്റെ നിയമങ്ങൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്രയോ കച്ചവടക്കാർ നമ്മുടെ കൂടുതലുണ്ട്. അള്ളാഹു കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയാവുന്ന എത്ര പേര് അവരിലുണ്ട്. ആലോചിച്ച് നോക്കണം. ആരെയും കുറ്റപ്പെടുത്താനോ ഇകഴ്ത്താനോ വേണ്ടിയല്ല. ആ നിയമം പാലിക്കുന്നതിലുള്ള താല്പര്യം പൂർവ്വം നമ്മൾ എത്ര കണ്ട് ആ വിഷയം നമ്മൾ പഠിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം തന്നെ 29-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിരർത്ഥകമായി അവകാശമില്ലാത്തതായി അന്യായമായി നിങ്ങൾ നിങ്ങളുടെ ധനം തിന്നരുത് എന്ന് പറയാം. എന്നിട്ട് തൊട്ട് താഴെ പറയാ, ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, പരസ്പരം നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്തുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ. അപ്പൊ കച്ചവടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന നിയമം പറയാണ്. എന്താണ് നിയമം? ഉഭയകക്ഷി സമ്മതം എന്നുള്ളതാണ്, തൃപ്തി എന്നുള്ളതാണ്. കൊടുക്കുന്നവന് വലിയ തൃപ്തി, വാങ്ങുന്നവന് ഒരു തൃപ്തിയില്ല. നിർബന്ധിത സാഹചര്യത്തിൽ അയാൾ വാങ്ങിപ്പോവാണ്. ചില സാഹചര്യങ്ങളിൽ വാങ്ങുന്നവനെ തൃപ്തിയുള്ളൂ, കൊടുക്കുന്നവന് ഒട്ടും തൃപ്തിയില്ല. ഏതാണ് ആ സാഹചര്യമൊക്കെ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങേയറ്റത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ പ്രശ്നം കൊണ്ട് ഒരു 5 സെന്റ് സ്ഥലം വിൽക്കണമെന്ന് ഒരാവശ്യം നേരിടുകയാണ്. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഇയാൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വില വരുന്ന സ്വത്തുക്കളൊക്കെ ഒരു 2 ലക്ഷത്തിലൊക്കെ അടിച്ചെടുക്കാൻ പറ്റിയ സന്ദർഭമാണിത് എന്നിങ്ങനെ മധ്യസ്ഥന്മാരായിട്ടുള്ള ഏജന്റുമാരായ ആളുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു പ്രയാസത്തിൽ അകപ്പെടുത്തി ഒരാളിൽ നിന്ന് നിങ്ങൾ അടിച്ചു മാറ്റുന്നുണ്ട് എങ്കിൽ അത് ഈ പറഞ്ഞ വിരോധിക്കപ്പെട്ട കച്ചവടമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പരസ്പര ഉഭയകക്ഷി സംതൃപ്തി എന്ന് പറഞ്ഞത്. കൊള്ളലാഭം പാടില്ല എന്ന് പറഞ്ഞു, വഞ്ചന പാടില്ല എന്ന് പറഞ്ഞു, പൂഴ്ത്തുവയ്പ് പാടില്ല എന്ന് പറഞ്ഞു, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ നടന്നപ്പോൾ ഗോതമ്പിന്റെ കൂമ്പാരത്തിലേക്ക് പ്രവാചകൻ കൈകളിടുകയാണ്. നനഞ്ഞ ഗോതമ്പ് അതിൻ്റെ അടിയിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇന്നലെ രാത്രി മഴ പെയ്തു പോയതാണ്. അയാൾ നിരപരാധിയാണെന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുക, എങ്കിൽ അത് നീ ആളുകൾ കാണുകയെ മുകളിൽ വെക്കേണ്ടതില്ലേ? ഈ ഉണങ്ങിയത് കണ്ടിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ നനഞ്ഞത് നീ കൊടുത്ത് തൂക്കിക്കൊടുത്ത് വില വസൂലാക്കുകയില്ലേ? പ്രവാചകന്റെ ന്യായമായ സംശയമാണ്. ഇവിടെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള കച്ചവടങ്ങളെ ഹലാലാവുകയുള്ളൂ. ആ ഭക്ഷണമേ മക്കൾക്ക് കൊടുത്ത മക്കൾ നന്നാവുള്ളൂ. അതേ സമാധാനം നൽകുകയുള്ളൂ. എന്നാൽ കച്ചവടക്കാരന്റെ സത്യസന്ധനായ കച്ചവടക്കാരന്റെ പ്രവാചകൻ പറയാതെ പോയില്ല. അത്താജിറു സുദൂഖുൽ അമീൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ, ആ കച്ചവടക്കാര് പ്രവാചകന്മാരോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും ഒപ്പമായിരിക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ്. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾ അന്യൂനമാണ്, യാതൊരു ന്യൂനതകളും ഇല്ലാത്തതാണ്. അവ കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്നതാണ് വിശ്വാസികൾ ആരാധനയിലൂടെ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്. ദൈവിക നിയമങ്ങൾക്ക് പകരം നമ്മൾ കാണുന്ന ഓരോ നിയമങ്ങളും ആത്യന്തികമായി നമുക്കത് പ്രയാസകരമായിരിക്കുമെന്ന് തന്നെയാണ് അള്ളാഹു പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്ന നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.